ടൊവിനോ തോമസ് നായകനായിട്ട് പുറത്തിറങ്ങാൻ പോകുന്ന ഫിലിമാണ് പള്ളിച്ചട്ടമ്പി എന്ന് പറയുന്ന ഒരു ഫിലിം. ഈ ഒരു ഫിലിമിൻ്റെ ടീസർ ഇതാ ഇവിടെ പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഫിലിമിൻ്റെ റിലീസ് ഡേറ്റും പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം ഈ വരുന്ന ഏപ്രിൽ 9-ാം തീയതിയാണ് ഈ ഒരു ഫിലിമിൻ്റെ റിലീസ് പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യം നോക്കുന്ന സമയത്ത് നമ്മൾ മലയാളത്തിലെ മുൻനിര നായകന്മാരെ കുറച്ച് പടം കൂടി ഈ ഒരു അടുപ്പിച്ച് വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ മാർച്ച് ലാസ്റ്റ് വീക്കോട് കൂടിയിട്ടാണ് ആട് 3 ഇറങ്ങുന്നത്. നെക്സ്റ്റ് വീക്ക് തന്നെ, അതായത് ഏപ്രിൽ 2-ാം തീയതി ആകുമ്പോൾ ദൃശ്യം 3യും ഇറങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ നെക്സ്റ്റ് വീക്ക് പള്ളിച്ചട്ടമ്പി. ഇത് ഞാൻ മലയാള ഇൻഡസ്ട്രീൻ്റെ കാര്യം മാത്രമാണ് പറഞ്ഞത്. ദുരന്തർ, ടോക്സിക് എന്നീ 2 പടങ്ങളും വേറെ ഹൈപ്പിൽ ഇപ്പോൾ ഇറങ്ങാനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഫിലിം പ്രേമികൾക്ക് ഒരു 1.5 മാസം തന്നെ ആയിരിക്കും ഏപ്രിൽ, അതുപോലെ തന്നെ മാർച്ച് എന്ന് പറയുന്നതൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പള്ളിച്ചട്ടമ്പി എന്ന് പറയുന്ന ഒരു ഫിലിമിൻ്റെ ടീസർ കണ്ട സമയത്താണ് എനിക്ക് ഈ ടൊവിനോ തന്നെ അഭിനയിച്ച മറ്റൊരു ഫിലിമുമായിട്ട് കമ്പാരിസൺ തോന്നിയിട്ടുള്ളത്. കാരണം എന്ന് പറയുന്ന ഫിലിമിൻ്റെ സെയിം വൈബാണ് എനിക്ക് ഈ ഒരു ഫിലിമിൻ്റെ ടീസർ കണ്ട സമയത്ത് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മൾ AR റഹ്മാൻ ഏകദേശം 100 കോടിയോളം കളക്ട് ചെയ്തിട്ടുള്ള ഒരു പടമാണ്. പോരാത്തതിന് ഇതിൻ്റെ ക്ലൈമാക്സ് പോർഷനിലുള്ള ഒരു ഫൈറ്റ് രംഗം, ആ ഒരു വിഷ്വൽ ബ്യൂട്ടി, അതിൻ്റെ കൂടെ നമ്മുടെ ഒരു സംഗീതവും അതിൻ്റെ കൂടെ വരുന്ന ആ ഒരു ഗംഭീര വിഷ്വൽ ട്രീറ്റ് തന്നെയായിരുന്നു തിയേറ്ററിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെയൊക്കെ ലഭിച്ചിട്ടുള്ള ഒരു ഫിലിമായിട്ട് പോലും ഈ ഒരു ഫിലിമിനെ പറ്റി പിന്നീട് ആരും സംസാരിക്കുന്നതിനോ, പിന്നെ അതുപോലെ തന്നെ ഇതിലെ പല നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇതിൻ്റെ ചില ഗ്ലിംസ് വരിക, അങ്ങനത്തെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ 100 കോടി കിട്ടിയ പല സിനിമകളെയും പിന്നെ അതുപോലെ തന്നെ നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഫിലിം അത്രത്തിലൊരു സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് എനിക്കൊരു പേഴ്സണൽ തോന്നലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഫീൽ ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ